उसकी मर्जी, उसका बर्थडे। ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, എനിക്ക് മൈക്രോഫോൺ തന്ന വീഡിയോ. അതിൽ ഇമോഷണലായി കളഞ്ഞായിരുന്നു എന്നെ. അപ്പം ഇന്ന് 12 ഏപ്രിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ബാക്കി കാണുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ എൻ്റെ ബർത്ത്ഡേക്ക് ഉള്ളതാണ്. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് കേൾ ചെയ്തു. ഇത് ഓവർനൈറ്റ് ഹീറ്റ് കളറാണ് ചെയ്തത്. റിസൾട്ട് എന്തായാലും ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല പ്രോപ്പർ റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ല ചുരുണ്ടിട്ട് അടുപ്പുണ്ട്. അപ്പൊ ഇനിയിപ്പം എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, കുറച്ച് നല്ല സുന്ദരിക്കായിട്ടിരിക്കണം. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരും. സോ നമുക്കിപ്പോൾ റെഡി ആയിട്ട് വരാം. ഓക്കെ. സോ ഹൈ ഗായ്സ്, ഇതാണ് എൻ്റെ ഫുൾ മേക്കപ്പ് ചെയ്തെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള. അതിൻ്റെ ഈ ആംഗിളിൽ എനിക്ക് ഫുൾ ഡ്രസ്സ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അടുത്ത് വന്ന് എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, അന്ന സമയത്ത് ഞാൻ വിട്ടുപോയി. പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ കാണുന്നത് മൈക്ക് ഓൺ ആയിരുന്നില്ല, വോയിസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ റൂമിൽ ഇപ്പം ജിനിയും ഡെന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ക്യാമറയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞ് അവരെ ഇങ്ങനെ കാണിച്ചാണ്. സോ ആ സമയത്ത് എന്തൊക്കെ എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഇടയ്ക്ക് മൈക്കില്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഞാൻ കന്നഡയൊക്കെ വെച്ച് വീണ്ടും ഞാൻ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ആയിരുന്നു. 8:45 ആ സമയത്ത്, ഒരു 9 ആ സമയത്താണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ്. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് സെക്ഷനൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. വീഡിയോയും കുറേ എടുത്തിട്ടുണ്ട്. ഒക്കെ ഇൻസ്റ്റയിൽ കുറേ റീൽസൊക്കെ ആയിട്ടിട്ടുണ്ട്. ഈ യൂട്യൂബിലും ഷോർട്സിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ബാക്കി പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോകുമായിരുന്നു. Happy birthday to you. Happy birthday dear Remya. Happy birthday to you. അങ്ങനെ ക്യാൻഡിലൊക്കെ ഊതിക്കെടുത്തി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ ഫ്രണ്ട്സിനും ഓരോരുത്തർക്ക് കേക്ക് കൊടുക്കുന്നതായിരുന്നു. ഡെന്നെ വീഡിയോ എടുത്തോണ്ടിരുന്നു കേട്ടോ. എൻ്റെ ഈ ബർത്ത്ഡേ വ്ലോഗ് ഫുൾ അവൾ കവർ ചെയ്ത് ഡെന്നെയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവളുടെ ഫോൺ, എൻ്റെ ഫോൺ അവളുടെ കയ്യിലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് കേക്കൊക്കെ തന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും കേക്ക് കൊടുത്തു. അങ്ങനെ ചിരിച്ച് കളിച്ചിരുന്നു. ഇത് ഉദയ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അവന് ഗിഫ്റ്റ് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഓടിപ്പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞില്ല ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയേക്കുമായിരുന്നു. അപ്പം അവൻ തന്നൊരു ഗിഫ്റ്റാണ് ക്യൂട്ട് ടെഡി ബിയർ. അങ്ങനെ അപ്പോൾ അതിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലാസ്റ്റ് പിന്നെ എൻ്റെ ഗ്രൂപ്പ് മേറ്റ്സ് എന്ന ഗിഫ്റ്റാണിത്. Happy birthday to you. Happy birthday to you. Thank you. Open it. Unboxing. मैं तो कहना चाहती हूँ, बोलो। काफी दिक्कत रहती है, शू रैक नहीं होती हमारे पास, तो हम इसके लिए हैंगर भी लेके आए। Unboxing. Very nice. Wow, beautiful. लिमिटेड एडिशन. Yeah, limited edition. Hello Kitty. അപ്പം എൻ്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഏപ്രിൽ 12 ആയിട്ടുണ്ടാവും. നാട്ടിൽ ഇവിടെ ഇപ്പൊ 10:45 നാട്ടില് എന്തായാലും 12 കഴിഞ്ഞു. അപ്പം നാട്ടിൽ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. നിങ്ങൾ കുറെ ക്ലിപ്സ് കണ്ടിട്ടുണ്ടാവും. കേക്കൊക്കെ മുറിച്ചു. പിന്നെ അത് ഞങ്ങൾ ഡാൻസൊക്കെ പാട്ടും ഇതൊക്കെ ആയിരുന്നു. ഫുഡ് എല്ലാവരും കഴിച്ചു. അപ്പൊ അതിനൊന്നും ക്ലിപ്സ് എടുക്കാൻ പറ്റില്ല, എല്ലാവരും ബിസി ഒക്കെ ആയതുകൊണ്ട് എന്റെ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും തിരക്കിലായിരുന്നു. ഇടയ്ക്കുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എല്ലാം ഇടുന്നതായിരിക്കും. ഇപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കണം. അതിന്റെ തത്രപ്പാടിലാണ് എന്നോട് ഓടി നടക്കുകയാണ്. അങ്ങനെ ഫൈനലി ബർത്ത്ഡേ ഈസ് ഓവർ. അല്ല, തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് ഇയർ ഈസ് ഗുഡ് ആൻഡ് ലൈക്ക് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഇയറിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. സോ
ആ ഡെന്നെ തന്ന് വേറൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അവള്. എന്നെ കരയിച്ചു. ഓ, ഒരു ലെറ്റർ ഉണ്ട്. അവളങ്ങനെ എനിക്ക് ഈ ലെറ്റർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ അവളോട് പറയുമ്പോഴത്തേക്ക് അവളൊരു ഭയങ്കര ക്രിഞ്ച് എന്നൊക്കെ പറയും. അവളൊരു ഹാൻഡ് റിട്ടൺ ലെറ്റർ പെയിന്റ് കടിച്ച് സീനാക്കിയിട്ട് എനിക്ക് എഴുതി തന്നു. അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞിരുന്നു. അവള് ക്രോഷ്യ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. സോ എനിക്ക് സൺഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഒരു സൺഫ്ലവറിന്റെ അവള് എനിക്ക് ബൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പത് ഞാൻ ഒരു തവണയാണ് ഡെന്നോട് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് സൺഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൺഫ്ലവർ ഭയങ്കര ഇഷ്ടം, ഫേവറേറ്റ് ഫ്ലവർ ആണെന്നൊക്കെ. എനിക്കൊരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം എനിക്ക് തന്നിരിക്കുന്നത് അല്ലേ. എന്റെ ബാഗില് കീ ചെയിൻ സൺഫ്ലവർ ആണ്. പിന്നെ അതെ ഇത് സൺഫ്ലവർ ആണ്. എനിക്ക് ഫുൾ സൺഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഒരു സൺഫ്ലവർ ചോദിച്ചപ്പോൾ എനിക്ക് അവളൊരു കൊട്ട മൊത്തം എനിക്ക് തന്നിട്ടുണ്ട് അവള്. പിന്നെ അവളൊരു ഹാൻഡ് റിട്ടൺ ലെറ്റർ ആണ്. ഇത് അവൾ ആദ്യം പെയിന്റ് അടിച്ചത്. കലാകാരിയാണ്, കലാവിരുന്ന് അവള് സൃഷ്ടിച്ചതാണ്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൾ അത് വേറെ റീമേക്ക് ചെയ്തു. ഔട്ടർ കവർ വീണ്ടും റീമേക്ക് ചെയ്തു അവള്. പിന്നെ സീലൊക്കെ ചെയ്ത് ഭയങ്കര സീനൊക്കെ ആയിട്ടാണ് എനിക്ക് ലെറ്റർ ആണ് കേട്ടോ. കാണിച്ചു തരാം ലെറ്റർ. ഇതാണ് ലെറ്റർ. ഇതാണ് അവളെ തന്ന ലെറ്റർ. ഞാൻ ഞങ്ങളുടെ ജിഞ്ചർ ഗാർലിക്കിനെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ റൂമിൽ കൊണ്ടിട്ടേക്കുമായിരുന്നു. അപ്പം ഇപ്പൊ അവളും ജിഞ്ചർ ഗാർലിക്കും വന്നിട്ടുണ്ട്. അതിന്റെ ആഹ്ലാദമാണ് ഇപ്പൊ കേട്ടത്. ഫൈനലി അപ്പം ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും എന്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വ്ലോഗ് കാണുന്നവരെ ബൈ ബൈ.